ഹലോ, നമസ്കാരം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് 29/3/2026. അതായത് കഴിഞ്ഞ 59 വർഷമായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട്. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ 60 വയസ്സിലേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓരോ ദിവസങ്ങൾ, അതായത് ജനുവരി 1-ാം തീയതി നമ്മൾ ചിലത് തീരുമാനിക്കും. നിങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഡയറി എഴുതണം എന്ന് വിചാരിച്ചൊരു ഡയറിയൊക്കെ വാങ്ങിക്കും. ആദ്യത്തെ ഒരു 10-12 ദിവസം എഴുതും. അത് കഴിഞ്ഞ് എഴുതില്ല. അതേ സ്വഭാവമാണ് എനിക്കും. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. എന്നാൽ ഈ 59 വർഷം കഴിഞ്ഞപ്പോഴും പല ഓർമ്മകളും എന്നിലുണ്ട്. അങ്ങനെ ബാല്യകാലം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കണമെന്നുണ്ട്. ഓർമ്മയുള്ള കാലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. മറവി നല്ലതാണ് എന്ന ചിന്തയിൽ ഞാനതിനെ തള്ളിക്കളയുന്നു. എന്നാലും ചില കാര്യങ്ങളിൽ ഇത്രയും നാളായിട്ട് എനിക്ക് ലിമിറ്റേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ കാഴ്ചപ്പാടിന് മാറ്റമില്ല. കാഴ്ചയ്ക്ക് മാറ്റം വരുമ്പോൾ നമ്മൾ കണ്ണട ഉപയോഗിക്കും, അല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞ പോലെ ഞാനും കണ്ണട ഉപയോഗിച്ചിട്ടുണ്ട്. ആ കണ്ണട ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കുകയാണ്. കാഴ്ചപ്പാടുകളിൽ മാറ്റമില്ല. പക്ഷേ കാഴ്ചപ്പാടുകളിൽ കുറച്ച് തെളിച്ചങ്ങൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുകളുടെ ശരികൾ കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ശരിയാക്കാനുള്ള തീവ്രമായ ശ്രമം ഞാൻ നടത്താറുണ്ട്. ഞാനതൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സേവന പ്രവർത്തനമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുതലേ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലം മുതലേ, 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. KGC കോഴ്സാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്നതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ഒക്കെ എടുത്തു. അപ്പോഴും ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ മദർ തെരേസയും മഹാത്മാഗാന്ധിയും ചെയ്യുന്ന എന്ന് വിശ്വസിക്കുന്ന സേവന പ്രവർത്തനമാണെങ്കിൽ അത് നിഷ്കാമമായ ഒരു സേവന പ്രവർത്തനം തന്നെയായിരുന്നു. അവർക്കൊപ്പം നിൽക്കാൻ ഒരു കുടുംബസ്ഥനായി എനിക്ക് സാധിക്കില്ല ഉള്ള അറിവുള്ളത് കൊണ്ടും ഞാൻ കുടുംബസ്ഥനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടും തീർച്ചയായിട്ടും LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഏജൻസി എടുക്കാൻ തയ്യാറായി. അതിൽ വിരക്തി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനിപ്പോഴും ഏജൻസി കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെനിക്ക് ചില പോരായ്മകളുള്ള, നമ്മൾ തന്നെ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഞാൻ വെറും ഒരു ഏജൻ്റായി മാറുന്നു. അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരെയും എപ്പോഴും ചെരുപ്പൂത്തിയുടെ ചെരുപ്പിലേക്ക് നോക്കും എന്ന് പറയുന്ന പോലെ എന്നിലെ ഇൻഷുറൻസ് ഏജന്റ് എന്നെ പലരിൽ നിന്നും, അല്ലെങ്കിൽ പലരും എന്നെ മാറ്റി നിർത്തുന്നു എന്ന ഒരു തോന്നലാണ് മറ്റൊരു സേവന പ്രവർത്തനം കൂടിയായ സാധാരണക്കാരനെയും സഹായിക്കാം എന്ന ചിന്തയിൽ കോമൺ സർവീസ് സെൻറ്റർ കഴിഞ്ഞ 2017 മുതൽ ചെയ്തു വരുന്നു. അതിൽ പൂർണ്ണ സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യസ്ഥിതിയും എല്ലാം വച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ വരുന്നവർ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയാത്തതാണോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവ കുഴപ്പമാണോ, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ സ്റ്റാഫിനെ എനിക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലരോടായിട്ട് പറഞ്ഞു, ഇത് ആരെങ്കിലും ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ MOUവിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ തുടരെ ആളുകൾ പ്രദീപ് നിർത്താൻ പോവുകയാണോ എന്ന ചോദ്യം എന്നിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ വിശദീകരണത്തിന് നിൽക്കുന്നത്. ഇത് എടക്കാട്ടുവേൽ അല്ലെങ്കിൽ വെള്ളൂർ പ്രദേശത്തെ ആളുകളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ. ഞാൻ ചെയ്യുന്ന തൊഴിലിൽ എല്ലാവരുമെങ്കിലും അതിൽ കുറച്ച് പ്രിവിലേജ് കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്താൻ, എനിക്കിനി ഒരുപാട് സർവീസ് ഓഫീസിലിരുന്ന് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും
കുറച്ച് പ്രിവിലേജ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ഞാൻ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ആളെന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ്. അല്ലാതെ ഓഫീസിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് സമ്പാദിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് സേവനം അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക. ഞാൻ എൻ്റെ സ്ഥാപനത്തിന് പേരിട്ടത് തന്നെ കെയർ ടേക്കർ എന്നാണ്. അതുകൊണ്ട് ആളുകൾ അവിടെ കെയർ ടേക്കർ ഹോം എന്നൊക്കെ ഉള്ള ഫോം ഇത് കാണുമ്പോൾ പ്രായമായവരെ താമസിപ്പിക്കാൻ, കുട്ടികളെ താമസിക്കാൻ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എറണാകുളം പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന ഏജൻ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ആ കെയർ ടേക്കറാണ് ആ ഫ്ലാറ്റിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പേര് സ്വീകരിക്കാനുണ്ടായത് ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞാൽ വ്യത്യസ്തമാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആശയിലാണ് ഞാൻ കെയർ ടേക്കർ എന്നിട്ടത്. അതിനി നമ്മൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരെ എത്തിച്ചേരാൻ, അതായത് ഈ പ്രയോറിറ്റി കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ വന്ന് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുക, അവർക്കൊരു ഫോളിയോ ഓപ്പൺ ചെയ്യും. അവർക്ക് വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ഒരു ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ പാസ്വേഡും ID-യും അതുപോലെ തന്നെ അവിടെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളുമെല്ലാം കാണിക്കുന്ന അവരുടെ സ്വന്തമായ ഒരു ID കാർഡ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ നിലവിൽ എനിക്കതിൽ ഒരു 300 രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ആളുകളുടെ നിന്ന് വാങ്ങിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് ഇവരുടെ ID കാർഡ്, ഇപ്പോൾ ഈ പ്രിവിലേജ് കസ്റ്റമേഴ്സിൻ്റെ ID കാർഡ് കൊടുക്കുന്നതിനൊപ്പം മറുപുറം പരസ്യത്തിനായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരസ്യത്തിൻ്റെ കാശ് കൊണ്ട് കാർഡ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പൂർണ്ണമായും പരസ്യത്തിന് വേണ്ടി പൈസ ചിലവാക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ തുടക്കകാലത്ത് ഞാൻ എൻ്റെ മരുമകൻ്റെ ബിസിനസ് തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നിലവിൽ നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ ചിലവുകളെല്ലാം ഉൾപ്പെടെ ഞാനൊരു 300 രൂപ ഈ കാർഡിന് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലാമിനേറ്റ് ചെയ്ത് ഫോട്ടോ വെച്ച് ഇത് ഡിസൈൻ ചെയ്ത് ഇത്രയും ID ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഫോളിയോ ഓപ്പൺ ചെയ്യുന്നതിന് വരുന്ന രജിസ്ട്രേഷൻ ഫീസായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾ എന്നിലൂടെ നടത്തിയ സേവനങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ അതിൽ രേഖപ്പെടുത്തും. ഇന്നെനിക്ക്, അതായത് ഞാൻ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, അതുപോലെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കറിയാം. ഫസൽ ബീമ യോജന എന്ന് പറഞ്ഞാൽ വിള ഇൻഷുറൻസ് ആണ്. മറ്റത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാൻ നിധി കൊടുക്കുന്ന പദ്ധതിയാണ്. ഇതെല്ലാത്തിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ടെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ രേഖപ്പെടുത്തിയിടാറില്ല. ഓൺലൈനിലൂടെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ 100% സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന അത്തരം പ്രവൃത്തികളിൽ പോലും ഒരു ചെറിയ ശതമാനം എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അപാകത വന്നാൽ എന്നെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് എനിക്ക് തന്നെ അത് മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി പ്രിവിലേജ് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ് ഓൺലൈനിലൂടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എൻ്റെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ എനിക്ക് പരസ്യം ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണോ അവരിൽ നിന്ന് ഒരു അധിക ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലെ ഒരു
ഓണം സീസണിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലോസിങ് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഈ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുമ്പോഴും ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മുടെ ഈ പ്രിവിലേജ് കാർഡിൽ നിന്ന് ലഭിക്കാനുള്ള സംവിധാനത്തിലുള്ളവർക്ക് മാത്രമാണ് ഞാൻ എൻ്റെ പരസ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പർച്ചേസുകൾ ഈ കാർഡ് മുഖാന്തരം നടത്തുമ്പോൾ അതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സേവനത്തിന് മുടക്കിയ തുകയും തിരിച്ചു കിട്ടുന്നു എന്നുള്ളതും ഒരു നല്ല പ്രവൃത്തിയായിട്ട് കാണണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ, അതുപോലെ തന്നെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും, എൻ്റെ തെറ്റുകൾ, ഒരിക്കലും ഒരാളുടെ തെറ്റ് മറ്റൊരാൾ പറയാറില്ല, നേരിട്ട് പറയാറില്ല. ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം തികഞ്ഞവനല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് എന്നിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു പ്രത്യേക ദിനത്തിൽ എന്നോട് പുറത്ത് എൻ്റെ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു.